ഏറ്റവും പ്രിയപ്പെട്ട അനുനച്ച ഇവിടുത്തെ മുൻവികാരിയായിരുന്ന ഫാദർ ബിജു, എൻ്റെ സെക്രട്ടറിയായ ഫാദർ അർജുൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ പരിശുദ്ധരായ കുഞ്ഞുങ്ങളെ, അവരുടെ മാതാപിതാക്കളെ, ഇന്ന് 3 കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ, അതായത് ഈ ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി, ഈ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായ തിരുക്കുടുംബത്തിന് തിരുനാൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണം, ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ മംഗളം നേരുന്നു, കരുത്തു നേരുന്നു, ചൈതന്യം നേരുന്നു. ഈ ഓർമ്മകൾ നിങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്കും കൂടുതൽ സ്നേഹത്തിലേക്കും കൂടുതൽ പ്രത്യാശയിലേക്കും നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 3 പ്രസംഗങ്ങൾ പറയാനുള്ള വകയുണ്ട്. എങ്കിലും വളരെ ചുരുക്കത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായിട്ട് നമ്മുടെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസൈൻ പാക്യത്തെ കുറിച്ച് പലപ്പോഴും ടെലിവിഷനിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ സൂസൈൻ പിതാവ് ഒരിക്കൽ സപ്തദീപം മാസികയിൽ എഴുതിയ വളരെ മനോഹരമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ആലുവ മംഗലപ്പുഴ സെമിനാരിൽ പഠിക്കുന്ന കാലം ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം സെമിനാരിയുടെ കോറിഡോറിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വളരെ വൃദ്ധനായ ഒരു വൈദികൻ നടന്നു വന്നു. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞു. വൈദികൻ ഉത്തരവ് പറഞ്ഞു. അതിനുശേഷം ഈ വൈദികൻ ഈ സെമിനാരിക്കാരനോട് ചോദിക്കുകയാണ്, ബ്രദറിന്റെ പേരെന്താണ്? ബ്രദർ പറഞ്ഞു, എന്റെ പേര് സൂസൈൻ പാക്യം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സൂസൈൻ എന്ന് പറഞ്ഞാൽ ജോസഫ് എന്നല്ലേ? ബ്രദർ പറഞ്ഞു, അതെ. പാക്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നല്ലേ? ബ്രദർ പറഞ്ഞു, അതെ. സൂസൈൻ പാക്യം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കുകളാണ്. അത് ജോസഫ്, ഭാഗ്യം എന്നാണ് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കേട്ട ഉടനെ ഈ അച്ഛൻ ഈ സെമിനാരിക്കാരനോട് ചോദിക്കുകയാണ്, ആട്ടെ, ഇന്ന് എന്ത് ഭാഗ്യമാണ് നിനക്കുണ്ടായത്? രാവിലെ തന്നെ എന്ത് ഭാഗ്യത്തെ കുറിച്ച് പറയാനാണ്? രാവിലെ സെമിനാരിയിലെ പ്രാതല് കഴിച്ചു, വല്ല പുട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ആയിരുന്നിരിക്കും. സാധാരണ ഉപ്പുമാവിനെ അവർ പറയുന്നത് കുന്തിരിക്കം എന്നാണ് സെമിനാരിക്കാരൊക്കെ പറയുന്നത്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് വളരെ നല്ല ആശയങ്ങളൊന്നും
ഒന്നും പറയാറില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ബ്രദറിനോടാണ് ചോദിക്കുന്നത്, ഇന്ന് രാവിലെ തന്നെ എന്ത് ഭാഗ്യം ഉണ്ടായിരുന്നു. അല്പനേരമൊന്നും മിണ്ടാതെ ബ്രദർ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ ആ ബ്രദറോട് ചോദിക്കുകയാണ്, ബ്രദർ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു? ബ്രദർ പറഞ്ഞു, അച്ഛൻ ഞാൻ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു? അച്ഛൻ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായ ഈശോ മിശിഹ നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നുവെന്ന് നീ വിശ്വസിച്ചു? അച്ഛൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. ഉടൻ തന്നെ അച്ഛന്റെ ചോദ്യമില്ലായിരുന്നു, ബ്രദറെ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അതായത് സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായ ഈശോ മിശിഹായെ ഒരപ്പത്തിന്റെ രൂപത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് നീ സ്വീകരിച്ചെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭാഗ്യം നിനക്ക് എന്താണ് ലഭിക്കുവാനുള്ളതെന്ന് ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും ഈ കുഞ്ഞുങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്. ഒരപ്പത്തിന്റെ രൂപത്തിൽ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായി ഈശോ മിശിഹ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ചൈതന്യമായ ദൈവം ഒരപ്പത്തിന്റെ രൂപത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് എഴുന്നള്ളി വരികയാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യം നമുക്ക് എന്താണ് വേണ്ടത്? ഇന്ന് വാസ്തവത്തിൽ ഈ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിന് ലഭിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം അവർ കൊണ്ടുവരുന്നത് സാക്ഷാൽ ദൈവത്തെയാണ്. മനുഷ്യനും ദൈവവുമായ ഈശോയെ, പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെ. ആ പുൽക്കൂട് ഈശോ പിറന്നത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. അപ്പത്തിന്റെ ഭവനത്തിൽ പിറന്ന് മനുഷ്യരാശിക്ക് ജീവന്റെ അപ്പമായി തീർന്നവനാണ് യേശു ക്രിസ്തു. ആ ജീവന്റെ അപ്പമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഓൺലൈനായിട്ടും യൂട്യൂബിലും മറ്റും വിശുദ്ധ കുർബാന നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശുദ്ധ കുർബാന ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞത് വിശുദ്ധ കുർബാന അമർത്യതയുടെ ദിവ്യ ഔഷധമാണ് എന്നുള്ളതാണ്. നമ്മൾ മരിച്ചാലും നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പു നൽകുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന കൂദാശ. അമർത്യതയുടെ ദിവ്യ ഔഷധം. ഇന്ന് മനുഷ്യൻ മരണത്തിന് ശേഷം ജീവിക്കുവാൻ വേണ്ടി മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടുവരുന്ന കാലമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മരുന്ന് സാക്ഷാൽ ദൈവമായ ഈശോ നമുക്ക് ഓരോരുത്തർക്കും നൽകുകയുണ്ടായി. അതാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വന്ന് കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ നമ്മോട് തന്നെ പറയണം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാനിന്ന് സ്വീകരിക്കുന്നതെന്ന്. ആ
വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പോരായ്മകളെയും, എല്ലാ കുറവുകളെയും, എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ വേദനകളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല മാതാപിതാക്കന്മാരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ദേവാലയം സ്ഥാപിച്ചതിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഓർമ്മ ആചരിക്കുകയാണ്. അതായത് 75 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഈ പള്ളി സ്ഥാപിച്ചത് കോഴിക്കോട് രൂപതയാണെന്നുള്ള കാര്യത്തിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ഇത്രമാത്രം ബുദ്ധിമുട്ടിട്ട് വേണം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ വേണ്ടി. നിങ്ങളുടെ പൂർവികർ, നിങ്ങളുടെ മാതാപിതാക്കൾ 75 വർഷം മുമ്പ് ചെയ്ത ത്യാഗം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എത്രമാത്രം ത്യാഗം ചെയ്തിട്ടാണ് ഈ പടത്തുകടവിൽ വന്ന് അവർ വാസമുറപ്പിച്ചത്. പട്ടിണിയോടും മൃഗങ്ങളോടും മല്ലിട്ടുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമത്തെ ഇത്രമാത്രം പ്രകാശമാനമാക്കുവാൻ നമ്മുടെ പൂർവികർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. അതിൽ പങ്കുകാരാകാൻ കോഴിക്കോട് രൂപതയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കോഴിക്കോട് രൂപത സ്ഥാപിതമായത് 1923-ലാണ്. എന്നാൽ 1926 കഴിഞ്ഞപ്പോഴേക്കും ഈ നാട്ടിലേക്ക് കുടിയേറ്റം ആരംഭിച്ചു. ആ കുടിയേറ്റ ജനതയ്ക്ക് വിശ്വാസത്തിന്റെ അത്താണിയായി നിലകൊണ്ടത് കോഴിക്കോട് രൂപത മെത്രാന്മാരും വൈദികരുമാണ്. കാട്ടിലും മുക്കിലും പോയി കുർബാന ചെല്ലുകയും കൊച്ചു കൊച്ചു പള്ളികൾ സ്ഥാപിക്കുകയും സ്ഥലങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തത് അന്ന് അവർ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ ഓർമ്മ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ 46-ലാണ് ഈ പള്ളി ഉണ്ടായതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 53-ൽ തലശ്ശേരി രൂപത സ്ഥാപിതമായപ്പോൾ ഈ പള്ളിയും അതുപോലെ മരുതോങ്കര പള്ളി, അതുപോലെ തിരുവമ്പാടി, കോടഞ്ചേരി, കണ്ണുവം ഇങ്ങനെയുള്ള പള്ളികളൊക്കെ കോഴിക്കോട് രൂപത തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് 53 ഏതാണ്ട് 54 മുതൽ ഈ പള്ളി തലശ്ശേരി രൂപതയുടെ ഭാഗമായിട്ട് തീരുന്നത്. അപ്പോൾ ഇന്ന് ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഓർമ്മകൾ പുതുക്കുന്ന ദിവസമാക്കി തീർക്കണം. നമ്മുടെ പൂർവികരെ കുറിച്ച് ഓർമ്മിക്കണം. അവർ ചെയ്ത ത്യാഗങ്ങൾ ഒരിക്കലും മറക്കരുത്. ആ ത്യാഗങ്ങൾ നിങ്ങളെ ഇന്ന് വരെ ഇവിടെ വരുത്തിയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടവരരുത്. മറ്റൊരു കാര്യം, അങ്ങ് തിരുവിതാംകൂറിൽ നിന്ന് അവർ ഇവിടേക്ക് വന്നപ്പോൾ അവർ കൊണ്ടുവന്നത് എന്താണ്? അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹം, അവരുടെ പ്രത്യാശ. എവിടെ ചെന്നാലും വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു ദേവാലയമൊക്കെ ഉണ്ടാക്കി അവിടെ കുർബാന ചെല്ലുന്നതിന് വേണ്ടി നിങ്ങളുടെ പൂർവികർ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. വിശ്വാസം കൊണ്ട് ഈ നാട്ടിലേക്ക് വന്നു. ആ വിശ്വാസം നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തു തന്നു. ഇനി ആ വിശ്വാസം ജീവിക്കേണ്ടതും ആ വിശ്വാസം കൈമാറ്റം ചെയ്യേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾക്ക് ആ വിശ്വാസം നിങ്ങൾ വിശ്വസ്തയോടുകൂടി കൈമാറ്റം ചെയ്യണം. അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഒരിക്കലും ഇടയാക്കരുത്. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ആദ്യകുമാരം കൊടുക്കുമ്പോൾ നിങ്ങൾ ആ വിശ്വാസത്തിന്റെ കൈമാറ്റം നടത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ
വിശ്വാസമാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ പൂർവികരെ പോലെ ഇനിയുള്ള കാലവും നിങ്ങൾ ആ വിശ്വാസത്തിന് വേണ്ടി, ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച ത്യാഗവും അതുപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇസ്രായേൽ ജനത അവർ ഈജിപ്തിലുണ്ടായിരുന്നപ്പോഴുണ്ടായ വേദനയും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അതുപോലെ അവരുടെ യാത്രയിലുണ്ടായ വേദനകളും എല്ലാം അവരുടെ മക്കളോട് പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു. ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വേദനകളും യാതനകളും ത്യാഗങ്ങളുമെല്ലാം നിങ്ങളുടെ മക്കളിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ സഭയോടൊപ്പം നിർത്തുകയും ദൈവത്തോടൊപ്പം നിർത്തുകയും ഈ നാടിനോടൊപ്പം നിർത്തുകയും ചെയ്യേണ്ട വലിയ കടമ നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അവർ പഠിപ്പിച്ച വിശ്വാസം, അവർ പഠിപ്പിച്ച സ്നേഹം, അവർ പഠിപ്പിച്ച പ്രത്യാശ, അവർ പഠിപ്പിച്ച ത്യാഗം, അതൊക്കെ നമ്മൾ ജീവിക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. ജൂബിലി എന്ന് പറയുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ കാലഘട്ടമാണ്. എന്തിനാണ് തിരിഞ്ഞു നോക്കേണ്ടത്? നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡ്രൈവർ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഇടയ്ക്കൊക്കെ നോക്കും. അതെന്തിനാണ്? പിന്നിൽ നിന്നും ഏതെങ്കിലും വാഹനങ്ങൾ വന്ന് ഈ വണ്ടിയെ മുട്ടുപോയെന്നുള്ളത് കൊണ്ടാണ്. അയാൾ പിന്നിലോട്ട് മാത്രമല്ല നോക്കുന്നത്, മുന്നിലോട്ടും നോക്കും. മുന്നിലോട്ട് നോക്കി മുന്നിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ പിന്നിലോട്ട് തിരിയണം, ഓർമ്മകളിലേക്ക് പോകണം. അന്നുണ്ടായ കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതുപോലെ മുന്നിലേക്ക് നോക്കണം. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള കരുത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. മൂന്നാമതായിട്ട് ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാളാണ്. ആ കുടുംബം വിശുദ്ധരുടെ കുടുംബമായിരുന്നു. വിശുദ്ധ ഔസേപ്പ്, പരിശുദ്ധ മറിയം, ഉണ്ണിയേശു. നമ്മുടെ കുടുംബങ്ങൾ ആ കുടുംബങ്ങളെ പോലെ തന്നെ നല്ല കുടുംബങ്ങളായി തീരാൻ എപ്പോഴും ശ്രമിക്കണം. കുടുംബത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒന്ന് സ്നേഹമാണ്. നിങ്ങൾ ഓർക്കണം, എന്തൊക്കെ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യമാണ്. അപ്പൊ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, കൂട്ടായ്മയാണ്, ഐക്യമാണ്, ഒരുമയാണ്. അതെല്ലാം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ കുടുംബജീവിതത്തിന് പ്രസക്തി ഇല്ലാതെയാകും. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഈ ജൂബിലി പ്രമാണിച്ച് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ നൽകുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ നിങ്ങൾ കുടുംബത്തിൽ ഓരോ ദിവസവും വായിക്കണം. 3 കാര്യങ്ങളോടെ പറയുന്നുണ്ട്. ഒന്ന്, സ്നേഹം എങ്ങനെയുള്ളതാണ്. 2, സ്നേഹം എന്ത് ചെയ്യുന്നില്ല. 3, സ്നേഹം എന്ത് ചെയ്യുന്നു. ഒന്നാമതായിട്ട് സ്നേഹം എങ്ങനെയുള്ളതാണ്. വിശുദ്ധ പൗലോസ് പറയുകയാണ്, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ലോകത്തെയും രക്ഷിക്കാൻ കഴിയുന്ന ഒരു പുണ്യം ക്ഷമയാണ്. ക്ഷമിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ഒരു കുടുംബം നിലനിൽക്കുകയുള്ളൂ.
ജീവിതം ധന്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാർപ്പാപ്പ പലപ്പോഴും പറയാറുണ്ട്, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരു ദിവസം 3 വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. ഒന്നാമത്തേത് സോറി, മാപ്പ് പറയുക. രണ്ടാമത്തേത് നന്ദി, താങ്ക് യു പറയുക. മൂന്നാമത്തേത് പ്ലീസ്, ദയവായി എന്ന് പറയുക. എന്താണ് മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെയോ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ വേദനിപ്പിച്ചെന്ന് പറയുമ്പോൾ സോറി പറയണം, മാപ്പ് പറയണം. അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ നമ്മൾ താങ്ക് യു പറയണം. ഭാര്യ ഭർത്താവിനോട് താങ്ക് യു പറയണം, ഭർത്താവ് ഭാര്യയോട് നന്ദി പറയണം. ഭർത്താവ് നല്ല സാധനങ്ങൾ കുടുംബത്തിലേക്ക് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അത് നല്ലതാണെന്നും അത് ഇഷ്ടപ്പെട്ടുവെന്നും അതിനെപ്പറ്റി നല്ല ഒരു വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്നത് എപ്പോഴും ഭാര്യയ്ക്ക് കുടുംബത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഭാര്യ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചിലരെങ്കിലും അങ്ങനെയല്ല, എപ്പോഴും കുറ്റങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവിനെ കുറിച്ച് കുറ്റങ്ങളെ പറയും, ഭാര്യയെ കുറിച്ച് കുറ്റങ്ങളെ പറയും. അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കുടുംബം എങ്ങനെയായിരിക്കും സമാധാനം ജീവിക്കുക? സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ മാപ്പ് പറയുന്ന, നന്ദി പറയുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ വേണമെന്ന് വേണ്ടത് പ്ലീസ്, ദയവായി എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് ആജ്ഞാപിക്കണ്ട, ഭാര്യ ഭർത്താവിനോട് ആജ്ഞാപിക്കണ്ട. മറിച്ച് അതൊന്ന് എനിക്ക് ചെയ്തു തരാമോ, അതൊന്ന് എടുത്തു തരാമോ. അതായത് വളരെ മര്യാദയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുക. അതാണ് കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാനുള്ള വഴി. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് കുടുംബജീവിതം ധന്യമാകും ധാരാളം പണം ഉണ്ടാകുമ്പോഴാണ്, അറിവുണ്ടാകുമ്പോഴാണ്, ധാരാളം ആഭരണങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്നൊക്കെ. അത് തെറ്റാണ്. കുടുംബ ജീവിതം ഏറ്റവും സുന്ദരമാകുന്നത് കുടുംബത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. ആ സ്നേഹം തിരുകുടുംബത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നിങ്ങൾ പ്രത്യേകം പരിശ്രമിക്കും. അപ്പം മറക്കരുത്, സോറി പറയാൻ മറക്കരുത്, താങ്ക് യു പറയാൻ മറക്കരുത്, പ്ലീസ് പറയാനായിട്ട് മറക്കരുത്. രണ്ടാമതായിട്ട് വിശുദ്ധ പൗലോസ് പറയുന്നത് സ്നേഹം എന്ത് ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്വാർത്ഥത കാണിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, കോപിക്കുന്നില്ല, അന്യന്റെ ദ്രോഹം ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അവസാനമായി വിശുദ്ധ പൗലോസ് പറയുന്നത് സ്നേഹം എന്ത് ചെയ്യുന്നു? സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, എല്ലാവരെയും സ്വീകരിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. അത്തരത്തിലുള്ള സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരിക്കല് മൂന്നാറിലൊരു സെമിനാറിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ, ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വരാമോ? അച്ഛൻ്റെ വീടല്ല, അച്ഛൻ്റെ പെങ്ങളുടെ വീടാണ്. ഞാൻ പറഞ്ഞു വരാമോ? അത് ഞാൻ ആ വീട്ടിലേക്ക് പോയി. ഞങ്ങളവിടെ വീട്ടിൽ 7 മണിയായപ്പോൾ ചെന്നു. അവിടുത്തെ ഭാര്യ കുടുംബിനി അടുക്കളയിൽ മുഴുവൻ സമയവും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഭർത്താവ് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുക. ഒരു 8 മണി ആയി കഴിയുമ്പോൾ ഭാര്യ ഒരു ജഗ് വെള്ളം കൊണ്ട് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഭർത്താവിനെ വിളിക്കുകയാണ്, പപ്പ
അകത്തുനിന്ന് ആ കറി എടുത്തുകൊണ്ട് പോവാ. ഇയാൾ എഴുന്നേറ്റ് ഒറ്റ ഓട്ടമാണ്. അടുക്കളയിൽ പോയി അയാൾ ഒരു കറി എടുത്തിട്ട് പോകും. പിന്നെ ഇവിടെ പറഞ്ഞു ആ മീൻകറി എടുത്തുകൊണ്ട് പോവാ, ആ ഉള്ളി എടുത്തുകൊണ്ട് പോവാ, പിന്നെ തൈര് എടുത്തുകൊണ്ട് പോവാ. ഇങ്ങനെ ഓരോന്നും എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുമ്പോൾ ഇയാൾ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് അവിടെ വയ്ക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് ഭർത്താവിനെ പപ്പ എന്ന് വിളിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, മക്കളൊക്കെ വിളിക്കുന്നത് പപ്പ പപ്പ എന്നാണ്. അപ്പൊ ഞാനും ഭർത്താവിനെ പപ്പ പപ്പ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്കും അവരെ വിളിക്കാവുന്നതാണ്, പക്ഷെ തല്ലി കിട്ടാതെ നോക്കണം. അപ്പോൾ അങ്ങനെ വിളിക്കും. പിന്നെ ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ് പോയി ഇത്ര വേഗം ആ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്? അവളുടെ മധുരമായ വിളിയാണ്, സ്നേഹത്തോടുകൂടെയുള്ള ആവശ്യപ്പെടലാണ്. പപ്പ ആ ഇറച്ചിക്കറി ഒന്നും എടുക്കുമോ? പപ്പ ആ മീൻകറി ഒന്നും എടുക്കാമോ? ആ പറച്ചിൽ. കുടുംബജീവിതം ഏറ്റവും ധന്യമാവണമെങ്കിൽ ഇത്തരത്തിലുള്ള സംസാരമാണ് ഏറ്റവും ആവശ്യമായത്. അങ്ങനെയുള്ള കുടുംബത്തിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ആനന്ദമുണ്ടാകും. ഞാനിനി കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടുള്ള വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ പറയും ആ പിതാവ് വന്നിട്ട് ശരിക്കും വധിച്ചുകൊണ്ട് പോയത്. ഞാൻ ഏതായാലും അധികം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഇവിടെ വരാനും ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാനും വേണ്ടത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. അരുണച്ചന്റെ പ്രത്യേക സ്നേഹം മൂലമാണ് ഞാൻ വന്നത്. ആദ്യം എനിക്ക് വരാനായിട്ട് അല്പം മടിയുണ്ടായിരുന്നു. എന്നാലും അച്ഛൻ വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അച്ഛൻ വിളിച്ചപ്പോൾ നോ പറയാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് വളരെ വലിയ പ്രലോഭനമായിരുന്നു. പോണോ പോണ്ടേ, പോണോ പോണ്ടേ. അതിന് കാരണം എന്താണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. കാലത്ത് ഭക്ഷണം കഴിക്കാൻ എന്നെ അദ്ദേഹം വിളിച്ചു. വേറൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിളിയും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളുടെ അടുത്ത് വരാനും സാധിച്ചത് ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർക്കുകയാണ്. മെത്രാന്മാരെ ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത് കോഴിക്കോടിലുള്ള മെത്രാന്മാരെയാണ്. അവര് ഇവിടെ 80 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അന്നത്തെ മെത്രാന്മാരെ കൂടെ വന്നേന്ന് പറയും. കസേരയിലെത്തി ചുമന്നൊക്കെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത്രയും പാടുപെട്ടിട്ടാണെന്ന് അവരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അവരൊന്നും മറക്കരുത്. എല്ലാ മെത്രാന്മാരെയും ഓർക്കണം. എല്ലാ മെത്രാന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ മിഷണറിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായി മുന്നോട്ട് പോകട്ടെ.